നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാട്ടിലെ താരമായി വരുന്നത് ശബ്ദഗംഭീരം കൊണ്ട് അനായാസം ഗാനങ്ങൾ ആലപിക്കുന്ന വിജയൻ ചേട്ടനാണ്. ഗുരുവായൂർ താമസിക്കുന്ന ഈ കലാകാരനെ നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. जब दीप जले आना, जब शाम ढले आना, संकेत मिलन का भूल न जाना, मेरा प्यार न बिसराना. जब दीप जले आना, जब शाम ढले आना. मैं पलकन ढगर बुखारूंगा, तेरी राह निखारूंगा. मैं पलकन डगर बुखारूंगा, तेरी राह निखारूंगा. मेरी प्रीत का काजल तुम अपने नैनों में मले आना. जब दीप जले आना, जब शाम ढले आना. निरिगा रिगा मगरी सजनी पापा मा रिगा सनी सग पम प. नित सांझ सवेरे मिलते हैं आ, आ, नित सांझ सवेरे मिलते हैं. उन्हें देख के तारे खिलते हैं. ले महे विदायत दूजे ते कहती है चले आना. जब दीप जले आना, जब शाम ढले आना. संगीत मिलन का भूल न जाना, मेरा प्यार न बिसराना. जब दीप जले आना, जब शाम ढले आना. വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. നാട്ടിലെ താരങ്ങൾ എന്ന ഈ പ്രോഗ്രാമില് കലാകാരന്മാരെ, പുതിയ കലാകാരന്മാരൊക്കെ കൊണ്ടുവരുന്ന ഒരു ചാനലാണ്. അവർക്ക് അവസരം കൊടുക്കുന്ന ഒരു ചാനലാണ്, അവരെ പരിചയപ്പെടുത്തുന്ന ചാനൽ കൂടിയാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ വിജയേട്ടനാണ് അതിഥിയായിട്ട് വന്നിരിക്കുന്നത്. താങ്ക് യു. എന്നാലും വിജയേട്ടനെ പറ്റി കൂടുതൽ നമുക്ക് വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണത് ഈ വിജയേട്ടൻ ഇപ്പോ വർക്ക് ചെയ്യണത്? ഞാൻ KSRTC റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടുള്ള ഒരു ജീവനക്കാരനാണ്. അതിനുശേഷം ഞാൻ ഈ ജോലി കിട്ടുന്നതിനേക്കാൾ മുമ്പ് ട്യൂഷൻ സെന്ററുകളൊക്കെ നടത്തിയിരുന്നു. ജോലി കഴിഞ്ഞതിന് ശേഷം മറ്റൊരു ജോലി ഇല്ലല്ലോ, നമ്മുടെ കയ്യിലുള്ളൊരു സംഗതി ഉണ്ട്. അപ്പോൾ വീടിന്റെ മുകളിൽ ഡ്രസ് ഉണ്ട്, അതേപോലെ കുറെ കുട്ടികൾ ട്യൂഷൻ വരുന്നുണ്ട്. അപ്പൊ അതിലാണ് നമ്മുടെ ശ്രദ്ധ. ഇടയ്ക്ക് ഇങ്ങനെ ചില പ്രോഗ്രാമുകളുണ്ട്. നമ്മള് എല്ലാ ഞായറാഴ്ചകളിലും നമ്മള് ഇരുന്ന് കൂടാനും പാട്ട് പരിശീലിക്കാനും പറ്റുന്ന ഒരു ക്ലബുണ്ട്. അപ്പൊ അവിടെ നമ്മള് ആഴ്ചയിൽ ഒരിക്കല് അറിയാവുന്ന പാട്ടുകളൊക്കെ പാടിയത് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇടയ്ക്ക് ചില പ്രോഗ്രാമുകൾ വരാറുണ്ട്. ഭക്തിഗാനമേള, ചില ഇപ്പോൾ അനശ്വര ഗാനങ്ങളുടെ അവതരണം എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ സിനിമ പാട്ടുകളും ഗസൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഞാൻ അതിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇഷ്ടംപോലെ അവസരങ്ങൾ വരുന്നുണ്ട്. സംഗീതം പഠിച്ചിട്ടുണ്ടോ? സംഗീതം പഠിച്ചിട്ടില്ല. നമ്മൾ കേട്ട് കേൾവി കൊണ്ടുള്ള ഒരു
അഭ്യാസം മാത്രമേ ഉള്ളൂ. ഈ ശ്രുതി തെറ്റാതെ കറക്റ്റ് പാട്ട് പാടും ചെയ്തു, അതുകൊണ്ട് ചോദിച്ചത്. അതിനെ എന്താ ഈ വെച്ചിട്ടുണ്ടെങ്കിൽ സംഗീതം പഠിച്ച വ്യക്തികൾക്ക് തന്നെ കലാകാരന്മാർക്ക് തന്നെ ചിലപ്പോ ഈ ശ്രുതി വെച്ചിട്ട് ശ്രുതി ബോക്സ് വെച്ചിട്ട് പാടാൻ ഭയങ്കര പേടിയാന്ന് പറയും. കാരണം അത് എന്തേലും പിഴച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നന്നായി പാടും. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കുട്ടിക്കാലത്ത് എന്റെ ചേട്ടന്മാരെല്ലാവരും നന്നായിട്ട് പാടും. അന്നൊക്കെ റേഡിയോ എന്ന സംഗീതം കേട്ടിട്ട് ആ പാട്ടുകൾ ആകൃഷ്ടരായിട്ട് എന്റെ ചേട്ടന്മാരൊക്കെ നന്നായിട്ട് പാടുന്ന ആൾക്കാരായിരുന്നു. ഒരാള് ഗുരുവായൂരെ ഗാനമേള ട്രൂപ്പുകളോട് സജീവമായിട്ടുള്ള നാടക സമിതികളൊക്കെ സജീവമായിട്ടുള്ള ഒരു ഗായകനായിരുന്നു. അപ്പൊ അവര് പാടുന്നതൊക്കെ നമ്മൾ നോക്കി കാണും. പിന്നെ നമ്മള് സ്കൂളില് ലളിതഗാന മത്സരത്തിനൊക്കെ മുന്നോട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും ആ മത്സരത്തിന് കൊണ്ടുപോകും ഒക്കെ ഉള്ള കുട്ടിയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ശീലങ്ങൾ ഞങ്ങളെ പാട്ട് പഠിപ്പിച്ചുള്ള ഒരു മറുകളി ടീച്ചറുണ്ട്. അവരാണ് നമ്മുടെ ഗുരു. അപ്പൊ അതിനപ്പുറത്ത് നമുക്കൊരു സംഗീത അഭ്യാസത്തിന് പോകാനൊന്നും നമുക്ക് സമയം കിട്ടിയില്ല. നമ്മള് പഠിപ്പിന്റെ മേഖലയിലേക്ക് പോയി. അപ്പൊ ഇത് സത്യത്തിൽ പറഞ്ഞാൽ അവിടെ ഇട്ടു. വല്ലപ്പോഴൊക്കെ കിട്ടുന്ന ഒരു അവസരങ്ങളിൽ പാടുക എന്നല്ലാതെ പാട്ടിന്റെ ഗൗരവമായിട്ട് ഈ അടുത്ത കാലത്താണ് ഞാൻ എടുക്കാനുള്ളൊരു സാധ്യത ഉണ്ടായത്. അതായത് KSRTC റിട്ടയർമെന്റ് ചെയ്തതിന് ശേഷമാണ് കൂടുതൽ ഇതിലേക്ക് നമ്മുടെ ഈ പാട്ട് രംഗത്തേക്ക് ഇറങ്ങിയെന്നാണ് പറഞ്ഞത്. അല്ല, അത് ഉള്ളപ്പോഴും എനിക്ക് അവിടെ ഒരു ഒട്ടനവധി അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. കുറെ നല്ല കൂട്ടുകാരുണ്ട്. എൻ്റെ പാടിന്റെ കഴിവിനെ അത് കണ്ടെത്തിയിട്ട് നമ്മളെ നിരന്തരമായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കൂട്ടുകാരുണ്ട്. പേരെടുത്ത് പറയാൻ പറ്റാത്ത അത്രയും കൂട്ടുകാരുണ്ട്. അപ്പോ ഒരാൾ എനിക്ക് സമ്മാനിച്ചത് ഈ പാട്ടിട്ട് പാടുന്ന മൈക്ക് സെറ്റും അതൊക്കെ ആയിട്ട് സമ്മാനിച്ചു. ഗൾഫിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. രാജീവ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അത് കിട്ടി നോക്കുമ്പോൾ നമ്മള് ഈ നമുക്ക് പാടാൻ പറ്റുന്ന മനസ്സിലെ ഓർമ്മയിലുള്ള പാടാൻ കൊതിക്കുന്ന ചില പാട്ടുകളുണ്ടല്ലോ, അതൊക്കെ നമുക്കിത് വീട്ടിലിട്ട് നമ്മുടെ സ്വകാര്യതയിൽ ഇരുന്നിട്ട് പാടാം. അങ്ങനെ നോക്കുമ്പോൾ അതിൽ ഭയങ്കര ക്രേസായി. ഇപ്പൊ ഒരു 10-600 ചില്ലാനും പാട്ടുകൾ നമ്മൾ ഇങ്ങനെ പഠിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മെലഡി ഗാനങ്ങളും പിന്നെ സെമി ക്ലാസിക്കല് പാട്ട് പാടാറുണ്ട്. മലയാളം പാട്ടുകൾ പാടാറുണ്ട്. യേശുദാസിന്റെ ഹിന്ദി പാട്ടുകള്. യേശുദാസാണ് ശരിക്കും ഒരു ഗുരു ആയിട്ട് വരുന്നത്. ഒരു പാട്ട് കൂടി പാടാം. ഏതൊരു ഒരു നല്ലൊരു ഗാനം തന്നെ, പഴയ ഗാനം തന്നെ ആയിക്കോട്ടെ. ഏതൊന്ന് ഇതൊക്കെയാണ്. അമ്പേന്തി വില്ലേന്തി വാളേന്തിയും തമ്പേരിൻ താളത്തിൽ പോരാടിയും, അമ്പേന്തി വില്ലേന്തി വാളേന്തിയും തമ്പേരി താളത്തിൽ പോരാടിയും, നിലപാടു നിന്ന തിരുവേനിമാ തല കൊയ്തെറിഞ്ഞു പടകൾ നയിച്ച കഥ ഇന്നെന്റെ ചിന്തയ്ക്കു ചിന്തേരിട അരിയ കണ്ണാടി ചില്ലൊത്ത തീരങ്ങളെ പറയുമാമാങ്കം പല കുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ മാമാങ്കം പല കുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ. കേരള പഴമചരിതമെഴുതിയൊരു ഭാരത പുഴത്തന്നറിയ മണത്തരികളെ പറയുക പറയുക നിണമൊഴുകിയ കഥമാമാങ്കം പല കുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ. കേരള പഴമചരിതമെഴുതിയൊരു ഭാരത പുഴത്തന്നറിയ മണത്തരികളെ പറയുക പറയുക നിണമൊഴുകിയ കഥമാമാങ്കം പല കുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ. വിശ്വാസ പാടിയ പാട്ടാണല്ലത്. അതെ അതെ, നല്ല കല്ലൊക്കെ നന്നായി പാടിയിട്ട് കേട്ടോ. താങ്ക് യു. പ്രത്യേകിച്ച് ഈ വിജയേട്ടന്റെ ശബ്ദം ഭയങ്കര ഒരു മുഴക്കുള്ള ശബ്ദമാണ്. ഈ ദാസേട്ടന്റെ പാട്ടുകൾ നന്നായി പാടാൻ പറ്റുന്ന ഒരു ശബ്ദം കൂടിയാണ്. അപ്പം മാമാങ്കം പാടിയപ്പോഴൊക്കെ നല്ലൊരു മുഴക്കാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഓർക്കസ്ട്രയൊക്കെ പോകുമ്പോഴൊക്കെ മൈക്ക് കേൾക്കുമ്പോൾ നല്ല രസമാണ്. ആൾക്കാർക്ക് ദാസേട്ടന്റെ പാട്ടുകൾ പാടുമ്പോൾ പ്രത്യേകിച്ച് മുഴക്കുള്ള ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണ്. നന്നായി പാടിയിട്ട് നല്ല രസമായിട്ട് ഹിന്ദി നന്നായി പാടി. താങ്ക് യു താങ്ക് യു.
വേദികളൊക്കെ കുറെ പോവാറുണ്ടല്ലേ? ഇതിൽ പാടാറുണ്ട്, ഈ വേദികളിൽ പാടിയിട്ടുണ്ട്. അതെ. ആൽബം സോങ് ആൽബങ്ങളിലേക്ക് വന്നിട്ടില്ല, വന്നിട്ടില്ല. അങ്ങനെ അതിന്റെ ഒരു ടാക്ടീസിലേക്ക് ഞാൻ വളർന്നിട്ടില്ല. അതെ. എന്തായാലും ഈ മറ്റേ ഫാമിലിയെ കുറിച്ച് ഒന്ന് ചോദിക്കാൻ ആരൊക്കെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് വൈഫുണ്ട്, 2 ആൺകുട്ടികളുണ്ട്. കുട്ടികളൊക്കെ? മൂത്താള് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജില് ആർക്കിടെക്ചറിന് പഠിക്കുകയാണ്. കാളിദാസ് എന്നാണ് പേര്. അവൻ ഈ ക്ലൈ മോഡലും ചിത്രകലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളാണ്. അങ്ങനെയാണ് ഈ ആർക്കിടെക്ചറൊക്കെ തിരഞ്ഞെടുത്തത്. രണ്ടാമത്തെ ആള് കൃഷ്ണ കോളേജില് ബയോ കെമിസ്ട്രിക്ക് പഠിക്കുന്നുണ്ട്. വൈഫ് ഹൗസ് വൈഫാണ്. പാടുന്ന കാര്യങ്ങളും നല്ല പ്രോത്സാഹനങ്ങളും ഒക്കെ തന്നെയാണ് കൂടെ പോകുന്നുണ്ടല്ലേ? അതെ അതെ. അപ്പോ എന്തായാലും സന്തോഷം ചേട്ടാ, നമ്മുടെ മറ്റൊരു എപ്പിസോഡിൽ 2 കലക്കം പാട്ടുകളും പാടിയതിലും പരിചയപ്പെടാൻ സാധിച്ചതിലൊക്കെ സന്തോഷമുണ്ട്. താങ്ക് യു.